ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീശിയടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉപ്പാൻ്റെ കടയിലൊക്കെ ഈ രീതിയിലാണ് പൊറാട്ട തയ്യാറാക്കിയെടുക്കാറ്. ഇതിലേക്ക് നമ്മൾ മുട്ടയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട, അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലേസായിട്ട് കിട്ടും. പക്ഷെ ഉപ്പാൻ്റെ വീട്ടിൽ വീശിയടിച്ചായിട്ടാണ് ഉണ്ടാക്കുക, നമ്മൾ വീശിയടിക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഒരു 5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 10 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന വലുപ്പത്തിൽ ഒരു 10 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് ആവശ്യത്തിന് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാര ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പുറമേക്ക് ഒരു ക്രിസ്പിനെസ്സും ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. അതിന് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, പച്ചവെള്ളം, സാധാ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ. അപ്പോൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിലാറെ കുറച്ചും കൂടെ ഒട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇതുപോലെ. അപ്പോൾ ചപ്പാത്തിക്ക് ഇത്ര ഒട്ടില്ലല്ലോ, നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റിക്കി ഒട്ടി നിൽക്കുന്ന ആ രീതിയിലാണ് നമുക്ക് പൊറാട്ടയ്ക്കുള്ള മാവ് കിട്ടുന്നതിൽ കറക്റ്റായിട്ട് നമുക്ക് വലിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അത് ഞാൻ കറക്റ്റ് വെള്ളം പറയാത്തത്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒട്ടി പിടിക്കലൊക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മൈദ തൂവി കൊടുത്താലും മതി. അങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ അങ്ങ് സ്ട്രെച്ച് ചെയ്ത്, നമ്മൾ ബ്രെഡിനൊക്കെ കുഴച്ചെടുക്കില്ല ആ രീതിയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളം ഇതുപോലെ കുഴച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ഇതുപോലെ കുഴച്ചെടുത്തപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വലിച്ച് നീട്ടുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും, നല്ല വലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് എന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊരു ബൗളിലേക്കോ, ഞാനിപ്പോൾ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഓയിലും ഡാൽഡയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ആ ഓയിലിലേക്ക് കുറച്ച് നെയ്യ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും കേട്ടോ. നമ്മുടെ അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓയിൽ അത് കുറച്ച് അത് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് നമുക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ സമയമില്ലാത്ത കാരണം കൊണ്ട് തന്നെ 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നന്നിവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള സോഫ്റ്റ്നെസ്. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ കൂടുതൽ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇത്രയും മതിയാവും. നമ്മൾ ആദ്യം തന്നെ നല്ലോണം കുഴച്ചെടുത്ത സാധനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഇത്രയും മതിയാവും. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്നുകൂടെ ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബോൾസ് ആക്കിയിട്ട് 2 പാർട്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇത് നമുക്ക് ഒരു ഇത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ഇതുപോലെ ഈ കയ്യിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ബോളായിട്ട് കിട്ടും. ഇങ്ങനെ ഒരു 10 ബോൾസാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് അത്യാവശ്യം വലിയ പൊറാട്ടയാണ്. അപ്പോൾ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ പൊറാട്ടയാണെങ്കിൽ ഇത്ര വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ആ ഓയിൽ, നമ്മളെടുത്ത് ആ ഓയിലിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടെ ഓയിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട്, നനഞ്ഞ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നല്ല വെള്ളത്തോടെ അല്ല കേട്ടോ, ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷമാണ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഓയിലൊന്ന് കൗണ്ടർ ടോപ്പിലൊന്ന് പുരട്ടി കൊടുത്ത ശേഷം, ഇതിൽ ഓയിലൊട്ടും പിശുക്ക് കാണിക്കരുത്. ഓയിലില്ലാതെ പൊറാട്ട ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുക, നല്ല തിൻ ലെയറായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് വീണ്ടും ഓയിൽ പുരട്ടി കൊടുക്കുക.
ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം അതിൻ്റെ മേലെ കുറച്ച് മൈദ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കണം. നമുക്ക് നല്ല ലെയേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പരസ്പരം ഒട്ടി പിടിക്കാതെ ലെയേഴ്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ പൊടി ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് കീറി കൊടുക്കുക. ചെറിയ ലെയേഴ്സ് പോലെ ഇങ്ങനെ കീറി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വീശി അടിക്കാൻ അറിയുന്നവർക്ക് വീശി അടിക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. വീശി അടിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് പറയുന്നത്. കത്തി വെച്ചിട്ട് ഇതുപോലെ കീറി കൊടുത്ത ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ അങ്ങ് മെല്ലെ 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 ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കട്ടെ. ആ താഴ്ഭാഗത്തിൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കീറി എന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊന്നും ആയി വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മൈദ കൂടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ കീറി കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം അവിടെ ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യം ചെയ്തതെടുത്തിട്ട് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിൻ്റെ പോലെ അത്ര തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം പൊറാട്ടയ്ക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് ആദ്യം ചെയ്യുക, എന്നാലേ നമുക്ക് മറ്റതിനൊക്കെ ഒന്നുകൂടെ റെസ്റ്റ് ടൈം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ആ ഒന്ന് പരത്തി ഉടനെ ഞാൻ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇവിടെ പരത്തി വെക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓയിലൊന്ന് ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊറോട്ട ഏകദേശം ഒന്നിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് മേൽഭാഗത്ത് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് മേൽഭാഗത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 തവണയായിട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ. ആദ്യത്തെ മറിച്ചിടൽ കുറച്ച് സമയം അവിടെ നിന്നോട്ടെ, നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. പിന്നത്തെ 2 മറിച്ചിൽ വല്ലാതെ അങ്ങ് കുക്കായേണ്ട ആവശ്യമില്ല, വല്ലാതെ സമയം പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ 3 മറിച്ചിൽ എന്തായാലും വേണം കേട്ടോ. അങ്ങനെ കഴിഞ്ഞിട്ട് അത് നമുക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കാസ്ട്രോളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 ആയിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തും ചുട്ടെടുക്കുക. ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ മേൽഭാഗത്ത് ഓയിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3 ആയതിനു ശേഷം ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചെടുക്കാൻ കുറച്ച് എനിക്ക് വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ രീതിയിൽ അടിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊറാട്ട. അപ്പോൾ ഞാൻ അടിച്ചെടുക്കുന്ന റിസ്ക് കണ്ടപ്പോൾ ഉപ്പ ഒന്ന് അടിച്ചെടുത്ത് തരികയാണ്. ഉപ്പക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അടിച്ചെടുക്കുകയാണ് ഉപ്പ ചെയ്യുന്നത്. അപ്പോൾ നല്ല ലെയേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊറാട്ട ഉണ്ടാക്കാൻ ഇത്ര ഈസിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റം ആണല്ലോ പൊറാട്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് എഗ്ഗ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്